KL14 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ പേര് വീഡിയോയിൽ ചോദിച്ചു എന്നെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാനൊരു ചെറിയൊരു സർജറി എല്ലാം കഴിഞ്ഞിട്ടിരിക്കുവാണ്. അതിൻ്റെ ഒരു റെസ്റ്റിലാണ്. വലിയ സർജറി എന്നല്ല, ചെറിയത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് മൂക്കിനാണ് അതിൻ്റെ സ്റ്റിച്ചുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ സ്റ്റിച്ച് അങ്ങ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് പറ്റുന്നത് പോലെയൊക്കെ എടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് മുന്നിട്ടിറങ്ങി ഒരു വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും പാറുവാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് കാണാം. അല്ലേ പാറു? അല്ല, പാറു അല്ല, ചില്ല. അല്ലേ പാറു എന്ന് പറഞ്ഞിട്ട് അത് ശീലമായിപ്പോയി. ഇത് ചില്ലയാണ്. ചില്ല ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. കാരണം ചില്ലയ്ക്ക് ചെറിയ പനിയും ചുമയൊക്കെ ഉണ്ട്. ശരിക്കും ഇവളെ എന്നെ അടുപ്പിക്കാൻ പാടില്ല, എനിക്ക് ഇൻഫെക്ഷൻ ആവും. പക്ഷേ ഞാൻ ഫുൾ മാസ്കെല്ലാം എടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പം എന്നെക്കൊണ്ടാവുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ എടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോസ് എടുക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പം ഓക്കെ. സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണെങ്കിലും എൻ്റെ മെയിൻ ലക്ഷ്യം ഇതായിരുന്നു. ഉടുപ്പി ഗാർഡനിലുള്ള നല്ല ചൂട് മസാല ദോശ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ മസാല ദോശ എൻ്റെ മുമ്പിൽ എത്തി. ചില്ലുമ്പോൾ പിന്നെ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അവളത് കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതൊന്നും അവളുടെ തീറ്റയിൽ കണ്ടില്ല കേട്ടോ. അതിൻ്റെ മുക്കാലും അവൾ ബാക്കി വെച്ചിട്ടുണ്ടായിന്. മുരളിയേട്ടൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അതേ ഇഡ്ഡലിയിൽ തന്നെ സാമ്പാർ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മാസം വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് ഇന്നാണ് ഞാനൊന്ന് വെളിയിൽ ഇറങ്ങി ഒരു ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചത്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. പിന്നെ ഞങ്ങൾ ടീ, കോഫി, ഹോർലിക്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. ബില്ലടിക്കുന്നിടത്ത് കുട്ടികളെ കൊതിപ്പിക്കാൻ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പാർവി ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവളുണ്ടായിരുന്നെങ്കിൽ ഈ കട മൊത്തം വാങ്ങിച്ചേനെ. ചില്ലുമ്മ ആയതുകൊണ്ട് ആ ഒറ്റ ഒരു സാധനത്തിൽ നിർത്തി. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ വരാൻ തുടങ്ങി. സ്റ്റിച്ച് എടുക്കുമ്പോൾ വേദന എടുക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ. കാരണം ഇത് മൂക്കിലുള്ള സ്റ്റിച്ചല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ഇങ്ങനെ കുത്തി സ്റ്റിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ മംഗലാപുരം പോവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് പറയുമോ, അങ്ങനെ ഒരുപാട് ദൂരമുള്ള പോലെ തോന്നും നമുക്ക്. ഈ ട്രാഫിക്കും അങ്ങോട്ടുള്ള യാത്ര നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു മംഗലാപുരം പോകണല്ലോ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഈ റോഡൊക്കെ നന്നാക്കിയ പിന്നെ ഉണ്ടല്ലോ എന്ത് രസമാണെന്ന് പറയാം മംഗലാപുരം പോകാൻ വേണ്ടി. റോഡൊക്കെ നോക്കിയാൽ ട്രാഫിക്കും ഇല്ല, നല്ല സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങനെ പോവുക. അപ്പം നല്ല രസമുണ്ട് ഇപ്പം മംഗലാപുരം പോകാൻ. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 1.5-2 വർഷത്തോളമായിട്ട് എല്ലാ മാസവും മംഗലാപുരം പോകുന്നത് കൊണ്ട് ഇപ്പം അത്ര ബോറടിക്കുന്നില്ല അങ്ങനെ പോകുമ്പോൾ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മംഗലാപുരം പോക്ക്. പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അത്ര രസമില്ല കേട്ടോ. ആ പാറുമൊക്കെ എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്താ പറയണ്ടതെന്നൊന്നും അറിയുന്നില്ല. ഞാൻ ഈ വീഡിയോ നോക്കിയിട്ട് എനിക്ക് വായിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ പറയുക ചെയ്യുന്ന. പാറുമൊക്കെ പറയുമ്പോൾ നല്ല രസമാണ് അതൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ് നേരെയാവും. ഒരു 2-3 വീഡിയോ ഒക്കെ എടുത്തിട്ടാവുമ്പോൾ ഞാൻ നേരെയാവുമായിരിക്കും. അപ്പം അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. വീഡിയോസൊക്കെ ഫുള്ള് കാണണം. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിരുന്നു, എന്നാൽ അതങ്ങനെ ഓണിലിരുന്നോട്ടെ. ഞാൻ ചെയ്ത് ശരിയാക്കിക്കോളാം. അങ്ങനെ നമ്മൾ ടോളിലെത്തി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ എത്താനായി എന്നുള്ളൊരു സന്തോഷമാവും. പക്ഷെ ഇന്ന് സന്തോഷമൊന്നുമില്ല കേട്ടോ. എത്താനാവും തോറും എനിക്ക് പേടി കൂടുതലാണ്. സ്റ്റിച്ച് എടുക്കുന്നതല്ലേ, അതിൻ്റെ ഒരു പേടി. ഇവിടെ കുറച്ച് നേരം നമുക്ക് നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്രയായി. പിന്നെന്താ പറയണ്ടേ,
സ്റ്റിച്ച് എടുക്കുമ്പോൾ വേദന ഉണ്ടാവല്ലേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അത്യാവശ്യം മുരളിയേട്ടൻ കാറിൽ ഇരുന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. മൂക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് കട്ട് ചെയ്യുമ്പം ചെറുതായിട്ട് കണ്ണിന്ന് വെള്ളം വരും, മൂക്കിന്ന് വെള്ളം വരും, ചെറുതായിട്ട് വേദന എടുക്കും. അങ്ങനെ അത്യാവശ്യം മുരളിയേട്ടനാൽ കഴിയാവുന്ന തരത്തിലൊക്കെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ധൈര്യം സംഭരിച്ചു പോയി. ഇതാണ് നമ്മളെ ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റൽ. ഇവിടെ ഇപ്പോൾ എനിക്കില്ല, എന്നെ കണ്ണ് കെട്ടിയിട്ട് നീ നടന്നു എന്ന് പറഞ്ഞാലും എനിക്ക് നടക്കാൻ പറ്റും. കാരണം എനിക്കിപ്പോൾ അറിയാം, ഇത്ര അടി നടന്നാൽ ഹോസ്പിറ്റൽ എൻട്രൻസ് എത്തി, ഇത്ര അടി നടന്ന റിസപ്ഷനിലെത്തും, അവിടെ നിന്ന് ഇത്ര അടി നടന്ന ഡോക്ടറിൻ്റെ റൂമിലെത്തും. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇവിടെ കണ്ണ് കെട്ടി നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ എത്ര 1.5-2 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാസം തോറും കയറി ഇറങ്ങുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് സ്റ്റിച്ചൊക്കെ എടുത്ത് ഫ്രീ ആയിട്ട് വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്നെങ്കിലും ഈ ഹോസ്പിറ്റലിനോട് ടാറ്റ പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം മുരേട്ടൻ പറഞ്ഞു ഇല്ല, ഇനി ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ സ്റ്റിച്ചെല്ലാം എടുത്തോ. അതെവിടുന്നാ വാങ്ങിക്കുന്ന വെച്ചില്ല? ഡിമാർട്ടിന്ന്. അപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്നത് എവിടെ വെച്ചില്ല? നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ചില്ലക്ക് എന്താ വേണ്ട ഫുഡ്? ബിരിയാണിയാ? അപ്പൊ എന്റെ സ്റ്റിച്ചെല്ലാം എടുത്തു. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ അല്ലെ ചില്ല? ഒന്നും കൂടെ കഴിക്കാം. അങ്ങനെ നമ്മൾ ഡിമാർട്ടിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. എപ്പോഴും ഉള്ളതുപോലെ ഹോട്ടലിൽ കയറിയപ്പോൾ ഫുഡ് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് അങ്ങ് വിട്ടുപോയി. അങ്ങനെ ഇപ്പം നമ്മൾ ഡിമാർട്ടിലെത്തിയിട്ടുണ്ട്. ഡിമാർട്ടിൽ പോയിട്ട് കുറച്ച് ഇപ്പം 2 മാസത്തോളം വീട്ടിൽ വെപ്പും കുടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. അപ്പോൾ ഒന്നുമില്ല വീട്ടിൽ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കാനുണ്ട്. അപ്പം ഒന്നും ലിസ്റ്റ് പോലും ഞാൻ ഇട്ടിട്ടില്ല. നമ്മളിങ്ങനെ കാണുന്നത് ഇങ്ങനെ എടുത്തിട്ടിട്ട് വരാമെന്നുള്ള ഇതിലാണ് പോകുന്നതുള്ളത്. പിന്നെ മുരളിയേട്ടനുള്ള ധൈര്യത്തിലാണ്. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യാൻ അറിയില്ല കേട്ടോ. വീട്ടിലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ മുരളിയേട്ടൻ തന്നെയാണ് വാങ്ങിക്കാറ്, വീട്ടിലുള്ളതൊക്കെ. ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ തീരുന്നത് ഇങ്ങനെ വാങ്ങിക്കുന്നതല്ലാണ്ട് ബാക്കിയൊക്കെ മുരളിയേട്ടൻ. അപ്പം മുരളിയേട്ടനുള്ള ധൈര്യത്തിലാണ് കേട്ടോ ഞാനീ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇതാ ട്രോളിയൊക്കെ എടുത്ത് അതിൻ്റെ കൊമ്പത്ത് ചില്ലേനൊക്കെ ഇരുത്തി. അങ്ങനെ നമ്മൾ 2 മണ്ടന്മാരാണ് കേട്ടോ. 2 ആൾക്കും എടുക്കാനറിയില്ല. എന്ത് വന്നാൽ ഈ വീഡിയോ എടുത്ത് നടക്കുന്ന മുരളിയേട്ടൻ തന്നെ എടുക്കേണ്ടി വരും സാധനം. അങ്ങനെ ആദ്യം എൻ്റെ കൈ പോയത് ഇളനീർ ജ്യൂസിലേക്കാണ്. അത് പിന്നെ എനിക്കിപ്പോൾ വെള്ളം കുടിക്കാൻ കൂടുതലായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ എല്ലാം വാങ്ങിക്കും. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ജ്യൂസിലേക്ക് തന്നെയാണ്. അപ്പം മുരളിയേട്ടൻ പറഞ്ഞു നീ ഈ പരിസരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുമ്പിലോട്ട് പോയി. ഈ സാധനമുള്ള ജീര മസാല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കേരളം വിട്ട് വെളിയിൽ പോയാൽ എന്ത് ഫുഡ് കഴിച്ചാലും ഞാൻ ഇതിൻ്റെ മറ്റേ 10 രൂപേൻ്റെ കുപ്പി എടുത്തിട്ട് കുടിക്കും. എനിക്ക് അപ്പോഴൊരു ആശ്വാസമാവും. ഇതെല്ലാം എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങളെന്തോ എനിക്ക് വലിയ അറിയാമെന്നൊന്നും വിചാരിക്കണ്ട. മുരളിയേട്ടൻ പറഞ്ഞു തരും, എടുക്കുക ഇത്ര എടുക്കുക എന്ന് പറയും. ഞാൻ അതിനനുസരിച്ചിട്ട് എടുക്കുന്നതാണ്. എനിക്കറിയാം കേട്ടോ, സാധനങ്ങളൊക്കെ അറിയാം, എനിക്ക് എടുക്കാനൊക്കെ അറിയാം. എന്നാലും മുരളിയേട്ടനോട് അല്ലേ മുരളിയേട്ടാ ഓക്കെ ആണോ മുരളിയേട്ടാ എന്ന് ചോദിച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും പരിപ്പൊക്കെ ഒരുപോലെ അല്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് സാമ്പാർ പരിപ്പ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോയതേ കടലപ്പരിപ്പാണ്. ഞാൻ പക്ഷെ എടുക്കുമ്പോഴേ ഞാൻ ചോദിച്ചിരുന്നു മാഡമായിട്ട് ഇത് കടലപ്പരിപ്പാണോ, അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കടലപ്പരിപ്പാണോ ഇത് സാമ്പാർ പരിപ്പാണ്? അപ്പം മുരളിയേട്ടൻ ഈ വീഡിയോ എടുക്കുന്നത് ദൂരത്തു നിന്നായതുകൊണ്ട് മാഡം അത്ര ശ്രദ്ധിച്ചില്ല. മാഡം പറഞ്ഞു അത് സാമ്പാർ പരിപ്പ് തന്നെയാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എടുത്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് കടലപ്പരിപ്പായിരുന്നു. എനിക്ക് ഈ പരിപ്പുകൾ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നിടത്തുള്ളത് എനിക്ക് പറയുമ്പോൾ സ്ഥലം മാറി എടുക്കുമ്പോഴേ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നാൽ എനിക്ക് അപ്പം ഡൗട്ടാവും.
സാമ്പാർ പരിപ്പ് ഏതാ, കടലപ്പരിപ്പ് ഏതാ, തുവരപ്പരിപ്പ് ഏതാന്നൊക്കെ എനിക്ക് തുവരപ്പരിപ്പ് ഇതിലൊക്കെ ഒന്ന് തന്നെയാണല്ലേ, സോറി, അതൊക്കെ എനിക്ക് ഡൗട്ട് വരും. പിന്നെ ഇപ്പോൾ സാമ്പാർ പരിപ്പിൻ്റെ ഒരു ഓറഞ്ച് കളറിലും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതും ഡൗട്ടായി, ഇതാണോ എടുക്കേണ്ടത് അതാണോ എടുക്കേണ്ടതെന്നൊക്കെ. എന്നാലും ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ ഒന്നും കാണിക്കാണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. പിന്നെ ചെറുതായിട്ട് എനിക്ക് ചില്ലിയും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇത് ബാലവേല എന്ന് പറയണ്ട, അവൾക്ക് ഇഷ്ടം കൊണ്ട് അവൾ ചെയ്യുന്നതാണ്. അവളോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എടുത്തോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ച് ചെയ്യിച്ചതല്ല. എന്നിട്ടും ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും മിസ്സായിനോന്ന്. എന്ത് നമ്മൾ എത്ര വാങ്ങിച്ചാലും വീട്ടിലെത്തിയിട്ടാകുമ്പോഴായിരിക്കും മെയിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ ഓരോന്നായിട്ട് എന്നാൽ ആവുന്ന തരത്തിൽ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് ഇവർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ കന്നഡ മറ്റേ ജയറാമിൻ്റെ ആ ഒരു ഡയലോഗ് മാത്രമേ അറിയുള്ളൂ, 5 കസിൻസ്, വേറെ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇതിപ്പോൾ ബില്ലിനെടുത്ത് ഇതും ഇവളുടെ സ്ഥിരം ഇവളുടെ ജോലിയാട്ടോ. ഇത് ട്രോളിയിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക, തിരിച്ച് കാറിൽ പോയിട്ട് അത് തിരിച്ച് വെക്കുക, ഇതൊക്കെ ഇവളുടെ പണിയാണ്. ഇത് ഇവൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത്, അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായത്. പിന്നെ വീട്ടിലേക്കുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത് അധികം എന്താണെന്നറിയോ, ചിപ്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഇതൊക്കെയാണ് കേട്ടോ. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് കുറവായിരുന്നു. എന്നിട്ട് മുന്നേട്ടം പറഞ്ഞു അത് നമുക്ക് വീട്ടിൽ. അങ്ങനെ മംഗലാപുരം പോയി തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. കുറേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞങ്ങളിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഡിമാർട്ടിൽ തന്നെ കുറച്ച് വീഡിയോസൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിപ്പോയി, കാരണം എനിക്ക് മറന്നു വന്ന്. ഇതാദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാറു എടുക്കുന്ന പോലെ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് സ്റ്റിച്ചെടുത്ത് ഒന്ന് തലയൊക്കെ ഒന്ന് കുളിക്കണം, മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകണം. ഇത്രയും കാലം ഈ സ്റ്റിച്ച് ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിലൊന്നും പറ്റുന്നുണ്ടായിട്ട. എന്നിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ തല വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒന്ന് നന്നായിട്ട് കുളിക്കണം, ഒന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്, ചില്ല വിളിക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.